So hey guys, welcome back to another price action summary breakdown video. So നമ്മൾ ഇന്ന് നിൽക്കുന്നത് 20th ഡിസംബർ ആണ്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഈ ഒരു മന്ത് എൻഡ് ആകാറായിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്നത്തെയും പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇതുപോലെ പ്രൈസ് ആക്ഷൻസ് ആ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ലൈവ് ട്രേഡ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ സമ്മറി ബ്രേക്ക് ഡൗൺ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 20th ഡിസംബറാണ്. സോ സ്ട്രെയിറ്റ് ടു ദ പെയർസ് അല്ലെങ്കിൽ കറൻസി പെയർസിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ യൂറോ USD ആണ്. സോ ഞാനിതെല്ലാം ക്യാൻസൽ ചെയ്യാം. സോ ഇന്ന് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നമ്മൾ ഇന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ഒരു ട്രേഡ് നമുക്ക് മിസ്സായിപ്പോയി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ യെസ്, ഗോ ടു നമ്മുടെ എൻട്രീസ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ യൂറോ USD ആണ്. യൂറോ USD ഹയർ ടൈം ഫ്രെയിം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹയർ ടൈം ഫ്രെയിം അപ്സൈഡ് ആണ്. പക്ഷേ ഹയർ ടൈം ഫ്രെയിം ഇപ്പോൾ മിറ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം തന്നെയാണിത്. സോ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് അതേ ഏരിയ തന്നെയാണ്. സോ നമുക്കൊരു ബേസിക്കലി ഒരു ബയേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരു ഹൈ, അതായത് ഈ പൊട്ടൻഷ്യലി ഈ പറയുന്നൊരു ഏരിയ ബ്രേക്ക് ചെയ്യണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് പ്രൈസ് എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന ഡെയിലി ടൈം ഫ്രെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 hour ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് പൊട്ടൻഷ്യലി നല്ല ബൈ വരാനുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ ഓർഡേഴ്സ് ഇടാം. അല്ലെങ്കിൽ ഈ പറയുന്ന സെല്ലേഴ്സ് എല്ലാം എന്തായിരിക്കും, ലിക്വിഡിറ്റി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഇന്നത്തെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു, ഓക്കെ ഇന്നൊരു പൊട്ടൻഷ്യൽ ഒരു ബൈ ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, പ്രൈസ് ലോ ഹൈ അപ്പോഴാണ് ഈ പറയുന്ന ഒരു ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്തത്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഡൗൺ വന്നല്ലേ. ഇത് ജസ്റ്റ് റീട്രേസ്മെൻറ്റ് മാത്രമാണ്. ഈ ഒരു ഫുൾ പുള്ളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പുഷിൻ്റെ ഒരു പുൾ ബാക്ക് മാത്രമാണിത്. സോ അതിനുശേഷം പ്രൈസ് അപ്സൈഡ് പോകാനാണ് പോസിബിലിറ്റി കൂടുതൽ. സോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഇത് സ്റ്റാർട്ടാക്കിയത്, ലണ്ടൻ സ്റ്റാർട്ടാക്കിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏരിയാസ് മാർക്ക് ചെയ്തു. സോ പൊട്ടൻഷ്യലി 1 hour നമുക്ക് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഒരു OB തന്നെയായിരുന്നു. കാരണം ഇവിടെ എന്തുണ്ട്, FEG ഉണ്ട്. ഈ ഒരു FEGക്കകത്ത് ഈ പറയുന്ന ഒരു OB ഉണ്ട്. അതായത് നമ്മളിന്ന് മാർക്ക് ചെയ്ത് വെച്ചത്. പ്രൈസ് അവിടെ റിയാക്ട് ചെയ്തു, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല ട്രേഡ്. കാരണം ഞാൻ പറയാം. സോ ഇന്ന് ലണ്ടൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ്. ഞാൻ സെഷൻസും കൂടെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഏരിയയിലാണ് ലണ്ടൻ ഓപ്പൺ ആയത്. ഇന്നത്തെ ഏഷ്യ എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്യുവർലി ട്രെൻഡിങ് ആയിരുന്നു, അല്ലേ? പ്യുവർലി ട്രെൻഡിങ് ആയിരുന്നു. ഇവിടെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ നടത്തിയിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇതൊരു പൂൾ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂളാണ്. എന്നിട്ട് പ്രൈസ് അപ്സൈഡ് പോയിട്ട് ഒന്നും കൂടി ഈ പറയുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ചോദിക്കാം, സ്വാഭാവികമായിട്ട് ഡൗട്ട് ചോദിക്കാം, എന്നാൽ നമുക്ക് ഈ പറയുന്ന എന്തായാലും താഴെ വരുമെന്ന് അറിയാം, പക്ഷേ സെൽ എടുത്തൂടെ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ നോർമലി ഏഷ്യയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന OBസിലൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സെൽ എടുക്കാറില്ല. കാരണം OBസിൽ എപ്പോഴും, അതായത് ഏഷ്യൻ സെഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന OBസ് മിക്കപ്പോഴും സംഭവിക്കുന്നത് ഒരു ലിക്വിഡിറ്റി ഹണ്ട് പോലെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു OB ആയിരിക്കും. അത് നമ്മളത് എടുക്കാറില്ല. സോ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഈ പറയുന്ന പോലെ പ്യുവറായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള OBs ആണ് വേണ്ടത്. സോ പ്രൈസ് എന്ത് ചെയ്തു, ലണ്ടൻ സെഷനിൽ പ്രൈസ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, നമ്മുടെ ഏരിയയിലോട്ട് വന്നു. സോ നമ്മൾ ഒരു OB ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് നല്ല രീതിയിലാണ് നമ്മുടെ ഏരിയയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നോർമലി ആ ട്രേഡ് എടുക്കാറില്ല. ഓക്കെ, ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇന്നിവിടെ ഒരു USD CAD ഒരു ബൈ എടുത്തിട്ടുണ്ട്. സോ ബൈ ഏരിയയിൽ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ആ ഒരു USD CAD എത്തുന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ പ്രൈസ് നല്ല രീതിയിൽ നമ്മൾ ഏരിയയിലോട്ട് വന്നു. ആ വന്ന സമയം കൂടി നിങ്ങൾ നോക്കണം. താഴെ നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം 5:30 മണിക്കാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഓഫ് ടൈം, അതായത് ലണ്ടൻ ഇപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലണ്ടൻ ഏരിയ. അതിനുശേഷം ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് ഏരിയ. സോ അതിനിടയ്ക്കാണ്, അല്ലെങ്കിൽ അതിന് മിഡിലാണ് ഈ പറയുന്ന നമ്മുടെ OBയിലൊക്കെ എത്തുവാണെങ്കിൽ നമ്മൾ മെയിൻലി ട്രേഡ് എടുക്കാറില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു OB ഉണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ന്യൂയോർക്ക് ഓപ്പണിന് ശേഷം ഒരു മാനിപ്പുലേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും, പ്രൈസ് അപ്സൈഡ് ആയിരിക്കും. ഇതായിരിക്കും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി എടുക്കുന്ന ട്രേഡ്സ്. ഓക്കെ, അത് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നമുക്കിന്ന് ബേസിക്കലി എന്തില്ല, സെല്ല് അല്ലെങ്കിൽ ബൈ കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുവാണ്, നമുക്ക് ഇപ്പോൾ ഒരു ന്യൂസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്ന് 20-ാം തീയതിയാണ്. ഏകദേശം ഒരു 8:30 സമയത്ത് ഒരു CB കൺസ്യൂമർ കോൺഫിഡൻസ് USD എന്ന് പറയുന്നത് ഇവിടെ സ്ട്രോങ് ആണ്. അതായത് 101-ൽ നിന്ന് 104 ആകുമെന്ന് പറഞ്ഞു. 104-ൽ നിന്ന് 110 ആയി. അതായത് CB കൺസ്യൂമർ കോൺഫിഡൻസിൻ്റെ ന്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അല്ലേ? അപ്പം യൂറോ USDയിൽ USD പോസിറ്റീവ് ആണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും, അപ്സൈഡ് വരാനായിരിക്കും പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, USD അപ്സൈഡ് അല്ലെങ്കിൽ യൂറോ USD
ഡൗൺ സൈഡ് വരണമെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല സെൽ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ ഇതൊരു OB ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ട്രേഡ് എടുക്കത്തില്ല. ഞാൻ ഇനി പ്രൈസ് സെൽ എടുക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഏരിയാസ് എങ്കിലും ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ സെല്ല് നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന EUR/USD മാറ്റാം. കാരണം നമുക്ക് ഏരിയാസ് ഇല്ല. ഈവൻ ദോ നമുക്കറിയാം സെൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള ഏരിയാസിൽ നമ്മൾ ട്രേഡ് എടുക്കാറില്ല. സോ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് EUR/USD മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് EUR/USD ആണ്. EUR/USDയും ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇന്നലത്തെ ഈ ഒരു സെല്ലിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ ഇത് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ഒരു ഫോൾ ഉണ്ടല്ലോ, ഈ ഒരു ഫോൾ ഇത് വേറെ ഒന്നും കൊണ്ടല്ല വന്നത്. ഇന്ന് നമുക്ക് 12:30 നമുക്ക് CPI ന്യൂസ് ഉണ്ടായിരുന്നു. CPI വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വീക്ക് തന്നെയാണ്. 4.6 നിന്ന് 4.3, 3.9, അതായത് GBP എന്ന് പറയുന്നത് വീക്കാണ്. കണ്ടോ, കറക്റ്റ് ന്യൂസ് വന്നു, നല്ല രീതിയിൽ ഫോളോ ആയി. സോ നോർമലി അങ്ങനെ ഫോളോ ആയതിനു ശേഷം നമ്മൾ ലണ്ടൻ ട്രേഡ് എടുക്കാറില്ല. ഈ റീട്രേസ് ഒന്നും എടുക്കാൻ പോകരുത്. ഈവൻ ദോ നമുക്ക് ഇവിടെ ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. കാരണം നല്ല രീതിയിൽ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഏരിയയിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ റീട്രേസ്മെൻറ്റിന് പകരം വീണ്ടും താഴോട്ട് പുഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, GBP നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ USDക്ക് സ്ട്രോങ് ന്യൂസ് ആയതുകൊണ്ട് ഞാനൊരു റീട്രേസ്മെൻറ്റിന് ശ്രമിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന FEGക്ക് താഴെയാണ്, ഈ പറയുന്ന FEGക്ക് അകത്താണ്. സോ ഇവിടെ പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. എടുക്കുവാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം, നാളത്തെ വീഡിയോയിൽ അതിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് AUD ആണ്. AUD ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെല്ല്, ഒരു ട്രാപ്പായിട്ടുള്ളൊരു സെല്ല് നമ്മളിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ തന്നെ പറയാം. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ അപ്സൈഡ് ആണ്. ഇപ്പോൾ കൺസോൾട്ടേഷൻ ആയിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ രാവിലെ ട്രേഡ് എടുക്കാൻ വന്ന സമയത്ത് പ്രൈസ് എന്തായാലും നല്ല രീതിയിൽ അപ്സൈഡ് തന്നെയായിരുന്നു. ഓക്കെ, എന്നിട്ട് 15 മിനിറ്റിലോട്ട് മാറ്റാം. ഞാൻ കുറച്ചും മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഏഷ്യൻ സെഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ഏഷ്യൻ സെഷനിൽ OBസിനെ വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ സെഷൻ ഓൺ ആക്കി തരാം. ഇതാണ് നമ്മുടെ ഏഷ്യൻ സെഷൻ. കണ്ടോ, ഇവിടെ എന്തുണ്ട്, ഒരു അൺമിറ്റിഗേറ്റഡ് OB ഉണ്ട്. പക്ഷേ പ്രൈസ് കണ്ടോ, ഈ പറയുന്ന ഒരു ഏരിയതിനെ എടുത്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തത്, ഡൗൺ വന്നത്. എക്സാക്ട്ലി ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോയത്, സെല് ചെയ്യാൻ പോയത്. പക്ഷേ സെല് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് OBs ഒന്നും ഇല്ലായിരുന്നു. അത് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്ത സമയത്ത് പ്രൈസ് കുറച്ച് അഗ്രസീവായിട്ടാണ് ഈ പറയുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടുള്ളത്. നല്ല അഗ്രഹം, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രൈസ് ആദ്യം ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ ഫേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OB ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്തു, കയറി വന്നു. ഈ ഒരാളിന് നല്ല രീതിയിൽ കയറി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, നമ്മൾ ഇനി ഒരു സെല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് അഗ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി എക്സ്പെക്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ട്രാപ്പ് വരെ നമ്മൾ പ്രീപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്രീപ്ലാൻ ചെയ്താൽ നടക്കണമെന്നല്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു ട്രാപ്പ് എടുത്തിട്ട്, പക്ഷേ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റ് എന്ത് ചെയ്തില്ല, ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. സോ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ USD CAD ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിയത്. അപ്പോൾ കറക്റ്റ് ഈ പറയുന്ന 1 hour ഏരിയ, അതായത് 4 hour കാണിച്ചു തരാം. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഈ ഒരു എൻറ്റയർ ഏരിയക്കകത്ത് 1 hour നമുക്ക് അൺമിറ്റിഗേറ്റഡ് ഏരിയ നമുക്ക് കാണാം. ഒറ്റ സെക്കൻഡ്. ഓക്കെ, കണ്ടോ, ഒരു OB കണ്ടോ, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള OB. അപ്പോൾ അവിടെ എന്തായാലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, ഒരു ബൈ നോക്കിയത്. സോ ഏകദേശം നമുക്ക് AUDയുടെ ട്രേഡ് മിസ്സായ അതേ സമയത്ത് തന്നെയാണ്, അതായത് ഏകദേശം ഒരു 4:30 ആ സമയത്താണ് ഇവിടെ ഒരു 3:30 ആയപ്പം പ്രൈസ് നല്ല രീതിയിൽ പുഷ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല രീതിയിൽ നമ്മൾ ഏരിയയിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ട്രേഡ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്ന് ഇതുവരെ കണ്ടോ, പ്രൈസ് നല്ല രീതിയിൽ പുഷ് ചെയ്തു, നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. അതിനുശേഷം കണ്ടോ, പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ഒന്നും കൂടി പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ഏരിയയിലോട്ട് വന്നു. അതിനുശേഷം നല്ല രീതിയിൽ ബയേഴ്സ് വന്നു. അതിനുശേഷം ഇവിടെയാണ്, എക്സാക്ട്ലി ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പം തന്നെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മൾ എടുത്ത ട്രേഡിൻ്റെ ഡിസ്പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെയാണ് എക്സിറ്റ് ചെയ്തത്. സോ ഞാൻ മോറോർലെസ് ഒരു 1 മിനിറ്റിലെ സ്കാൽപ്പാണ് ഇതിനകത്ത് ചെയ്തത്. ഞാൻ ട്രേഡ് ഇവിടെ എടുത്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഓൾറെഡി ഇപ്പം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ്. ന്യൂയോർക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. സോ ബേസിക്കലി നമുക്ക് 2 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കിട്ടിയത്. ഒന്ന് AUD, ഈ ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു AUDയും, ഇത് പക്ഷേ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. പിന്നെ ഉള്ള USD CAD ആണ്. അപ്പോൾ നമ്മളിന്ന് മോറോർലെസ് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേയിലാണ് നമ്മളിന്ന് ക്ലോസ് ചെയ്തത്.
ആൻഡ് നല്ലൊരു ദിവസമായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ അറിയാലോ, ഡിസംബർ മാസം നമുക്ക് ഏകദേശം നമ്മുടെ എൻഡ് ആകാറായി, ഡിസംബർ മാസം കഴിയാറായി. സോ ഇനി ഒരു ഫെസ്റ്റീവ് സീസൺ വരുവാണ്. സോ പ്രൈസ് അത്യാവശ്യം ചോപ്പിനെസ്സും ഒക്കെ ആയിരിക്കും. സോ നമുക്ക് ഒരു 2-3 ദിവസം കൂടെ ട്രേഡ് എടുത്തിട്ട് ഈ ഒരു മന്ത് നമുക്ക് എൻഡ് ചെയ്യാം. കാരണം 21st ശേഷം നമ്മളങ്ങനെ ട്രേഡ് എടുക്കാറില്ല. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സമ്മറി ബ്രേക്ക് ഡൗൺ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു പ്രൈസ് ആക്ഷൻ സമ്മറി ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ.